ഡൽഹിയിലെ സ്കൂളുകളിൽ വ്യാജ ബോംബ് ഭീഷണി. ഇമെയിലിലാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചത്. ബോംബ് സ്ക്വാഡ് വന്ന് പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, കുറച്ചു കാലം മുൻപ് ഇത് കുറേ സ്കൂളുകളിൽ സമാനമായ രീതിയിലുള്ള വ്യാജ സന്ദേശങ്ങളൊക്കെ വന്നിരുന്നു. അന്നും പരിശോധനകൾ അതൊക്കെ നടത്തി ഒന്നും കണ്ടെത്തിയിരുന്നില്ല. വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വ്യാജ ബോംബ് ഭീഷണികൾ ലഭിക്കുകയാണോ? വീണ്ടും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരികയാണെന്ന് തന്നെ പറയാം. അതിൽ ഏതൊക്കെ സ്കൂളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദ്വാരകയിലെ CRPF സ്കൂൾ, അതുപോലെ ചാണക്യപുരിയിലെ നേവി സ്കൂൾ, ഈ രണ്ട് സ്കൂളുകൾക്കാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. പക്ഷെ അത് വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു. കാരണം ഭീഷണി ലഭിച്ചതിന് പിന്നാലെ പോലീസിലേക്ക് ഈ സ്കൂൾ അധികൃതർ വിളിക്കുകയും അവരെത്തി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സ്കൂൾ അധികൃതരുടെ ഇമെയിൽ ഐഡിയിലേക്കായിരുന്നു ഭീഷണി സന്ദേശം ഇമെയിലായിട്ട് എത്തിയതും. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയിൽ ഒന്നും കണ്ടെത്താത്തത് കൊണ്ട് തന്നെ വ്യാജ സന്ദേശമാണെന്ന ഒരു നിഗമനത്തിലേക്ക് ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുമുണ്ട്. എവിടെ നിന്നാണ് ഇമെയിൽ വന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇമെയിൽ മറ്റ് സ്പൂഫിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്രോതസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പോലീസുകാർ അറിയിക്കുന്നത്. പക്ഷേ അവർ സജീവമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എവിടെ നിന്നും വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഭീഷണി വ്യാജമാണെന്ന് ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.